ഹായ്, ഞാൻ കെൽവിൻ ബെന്നി. മൈസെൽഫ് ഞാൻ UPSC എക്സാം എഴുതിയിട്ടുള്ളതാണ്. ഞാൻ 2 തവണ മെയിൻസ് എഴുതിയിട്ടുള്ളതാണ്, 2019-ലും 20-ലും. അതിനുശേഷം ഞാൻ എൻ്റെ MA JNUവിൽ നിന്നാണ് ചെയ്തത്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അവിടെ നിന്നും ഞാൻ ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഏരിയ സ്റ്റഡീസിലാണ് എൻ്റെ MA പൂർത്തിയാക്കിയത്. ഇപ്പോൾ 2 മാസമായി എൻ്റെ MA കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്കായിട്ട് പഠിപ്പിക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയും ഇൻ്റർനാഷണൽ റിലേഷൻസുമാണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ഇപ്പോൾ ഹിസ്റ്ററി എന്ന് നമ്മൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് വേൾഡ് ഹിസ്റ്ററി, ലോകത്തിൽ വന്ന പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ, സയൻറ്റിഫിക് ആയ മാറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ ലോകചരിത്രത്തിൻ്റെ ഒരവസാനത്തെ 5 നൂറ്റാണ്ടാണ് കവർ ചെയ്യുന്നത്. ആ നൂറ്റാണ്ടുകളിൽ ലോകത്ത് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ രാഷ്ട്രീയപരമാവട്ടെ, അല്ലെങ്കിൽ മതപരമാവട്ടെ, അല്ലെങ്കിൽ മൂല്യങ്ങളിലാകട്ടെ, സമ്പദ് വ്യവസ്ഥയിലോ ജനസംഖ്യയിലോ ആകട്ടെ. അപ്പോൾ നമ്മുടെ വേൾഡ് ഹിസ്റ്ററി ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായ ഒരു ടോപ്പിക്കാണ് കോളനൈസേഷൻ അല്ലെങ്കിൽ കോളനിവൽക്കരണം. നമുക്കറിയാം, നമ്മുടെ പ്രധാന ഭൂഖണ്ഡങ്ങളെല്ലാം തന്നെ വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക, ഇതെല്ലാം യൂറോപ്യൻ ശക്തികളുടെ കീഴിലാവും കഴിഞ്ഞ 500 കൊല്ലം കൊണ്ട്. അത് അവിടെ വളരെ മാറ്റങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് കോളനൈസേഷനും ഡീകോളനൈസേഷനും നമുക്ക് ഹിസ്റ്ററിയിൽ വളരെ ആവശ്യമാണ്. എങ്ങനെയാണ് ലോകം മാറിയത്? ഇത് കവർ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയെ പറ്റി പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മൊഡ്യൂൾസ് ഫോം ചെയ്തിരിക്കുന്നത് വേൾഡ് ഹിസ്റ്ററി, അതിനുശേഷം ഇൻ്റർനാഷണൽ റിലേഷൻസ്. അപ്പോൾ നമുക്ക് ലോക ചരിത്രം പഠിച്ചാൽ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടും. അതാണ് ഇതിൻ്റെ പ്രധാന ആവശ്യം. എങ്ങനെയാണ് ലോക യുദ്ധങ്ങൾ ഉണ്ടായത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ ബാലൻസ് ഓഫ് പവർ ഫോം ചെയ്തത്? ഇപ്പോൾ നിങ്ങളെല്ലാം ഹിസ്റ്ററിയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസോ ഓപ്ഷൻ ഇല്ലാത്ത കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററി ആവശ്യമാണ്. നമ്മൾ UPSCക്ക് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് റിസൾട്ടിനാണ്. അപ്പോൾ പ്രിലിംസിന് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരാറില്ല. പക്ഷേ മെയിൻസിൽ GS 1 പേപ്പറിൽ നമുക്ക് 2-3 ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കവർ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആധുനിക ലോകം എങ്ങനെയാണ് ഫോം ചെയ്തത് എന്ന് മനസ്സിലാവുക. ഉദാഹരണം, എന്തുകൊണ്ട് ഉക്രൈനും റഷ്യയും തമ്മിൽ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നു? എന്തുകൊണ്ട് ചൈന തെക്കൻ ചൈന കടലിൽ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു? ഈ വക കാര്യങ്ങൾ നമ്മൾ ലോക ചരിത്രം പഠിച്ചാൽ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ അങ്ങനെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ മൊഡ്യൂൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിൽ UPSC ആസ്പിരൻസിന് ഇത് ഗുണം ചെയ്യും. ഇനി നിങ്ങൾ ആരെങ്കിലും ഹിസ്റ്ററിയോ പൊളിറ്റിക്കൽ സയൻസോ ഓപ്ഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കൂടുതൽ ഉപകാരം ചെയ്യും. അതുകൂടാതെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ UGC നെറ്റ് എക്സാംസോ വല്ലതും പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മളെടുക്കുന്ന പോർഷൻസ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഞാൻ എവിടെ നിന്നാണ് ഈ കണ്ടൻറ് ഉണ്ടാക്കിയത്? ബേസിക്കലി നമ്മൾ UPSC ആസ്പിരൻസിന് NCERT ബുക്സാണ് ആവശ്യം. NCERTയുടെ ചരിത്രം, ലോക ചരിത്രം. ഞാൻ പിന്നെ പല വെബ്സൈറ്റുകൾ, ഇപ്പോൾ അമേരിക്കൻ ചരിത്ര വകുപ്പിൻ്റെ, റഷ്യൻ ന്യൂസ് വെബ്സൈറ്റുകൾ, ചൈനക്കാരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവരുടെ ന്യൂസ് സൈറ്റുകൾ, അങ്ങനെ പല വെബ്സൈറ്റുകൾ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് റിലയബിളായ വെബ്സൈറ്റ്സ്. ഞാൻ വലിയ ചരിത്രകാരന്മാരുടെ പുസ്തകം റെഫർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ തരുന്ന എല്ലാ പവർ പോയിൻറ്റിലെയും ഇമേജുകളെല്ലാം തന്നെ എൻ്റെ അല്ല. അപ്പോൾ ഞാൻ പറയുന്നു, ഇത് പ്ലജറിസം അക്യൂസിഷൻ വരാണ്ടിരിക്കാനാണ്. ഇമേജ് എല്ലാം തന്നെ പല വെബ്സൈറ്റുകളിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് വഴിയെ കാണും, നിങ്ങളുടെ സ്ലൈഡുകളിൽ കൂടുതലും മാപ്പുകളും ഇമേജുകളും ഒക്കെയാണുള്ളത്. കാരണം നമ്മൾ ചരിത്രത്തെ മാപ്പുകൾ വഴി പഠിക്കുമ്പോൾ നമ്മൾക്ക് അത് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ് ഫ്യൂഡലിസം, എന്താണ് ജന്മിത്ത വ്യവസ്ഥ, അതെങ്ങനെയാണ് ഉയർന്നത്, അതെങ്ങനെയാണ് ഇല്ലാതായത്. ഇതൊരു യൂറോ സെൻട്രിക് പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പറയുന്നത്. കാര്യം യൂറോപ്യന്മാരാണ് പിൽക്കാലത്ത് ലോകത്തിൻ്റെ പല ഭാഗം അടക്കി ഭരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുന്നത്. ഫ്യൂഡലിസം ഇന്ത്യയിലും ചൈനയിലും ജപ്പാനിലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ മൊഡ്യൂളിൽ കവർ ചെയ്യുന്നത് യൂറോപ്പിലെ ഫ്യൂഡലിസമാണ്. എന്താണ് ഏജ് ഓഫ് ഡിസ്കവറി, അത് നമ്മൾ വഴിയെ പഠിക്കും. എന്തായിരുന്നു മധ്യകാല യൂറോപ്പിലെ മതപരമായ കണ്ടീഷൻ, എങ്ങനെയാണ് മോഡേൺ സ്റ്റേറ്റ് സിസ്റ്റം ഇവോൾവ് ചെയ്തത്, എന്തായിരുന്നു റെനൈസാൻസും റിഫോർമേഷനും, എങ്ങനെയാണ് ശക്തമായ സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് മുതലായ രാജ്യങ്ങൾ ഫോം ചെയ്തത്. ഈ ഭാഗങ്ങളാണ് നമ്മൾ ഈ പവർ പോയിൻ്റ് കൊണ്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം, നമ്മൾ ലോകചരിത്രം പ്രത്യേകിച്ച് യൂറോപ്യൻ ചരിത്രം പറയുമ്പോൾ നമുക്കൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ് റോമ സാമ്രാജ്യം. യൂറോപ്പിനെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് കൊല്ലത്തോളം യൂറോപ്പ് എമ്പാടും ഭരിച്ചവരാണ് റോമ ചക്രവർത്തിമാർ. അവർ സ്പെയിൻ തുടങ്ങി നമ്മുടെ അറബി നാടുകൾ വരെ, ജർമ്മനി തുടങ്ങി ലിബിയ വരെ വലിയ ഒരു ഏരിയ റോമ സാമ്രാജ്യമാണ് ഭരിച്ചിരുന്നത്. ഒരു AD 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ടൊക്കെ ആകുമ്പോൾ റോമ സാമ്രാജ്യം തകരും. പല ജനങ്ങൾ യൂറോപ്പിലേക്ക് കടന്നു വരും. ഉദാഹരണം ഫ്രാങ്കുകൾ, വിസിഗോത്തുകൾ, സ്ലാവുകൾ. അങ്ങനെ അവരെല്ലാം അവരുടെ സാമ്രാജ്യങ്ങൾ യൂറോപ്പിൽ രൂപീകരിക്കും. ഉദാഹരണം ഫ്രാങ്കുകളിൽ നിന്നാണ് ഫ്രാൻസ് എന്ന രാജ്യം ഫോം ആയത്. നിങ്ങൾക്ക് കാണാം ആ പേരിൻ്റെ സിമിലാരിറ്റി. ബൾഗാറുകളിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന ബൾഗേറിയ. അങ്ങനെ ഹൂണന്മാർ, പലവിധ ജനവിഭാഗങ്ങൾ യൂറോപ്പിലേക്ക് വരും. ആ ഘട്ടത്തിലാണ് യൂറോപ്പിൽ ഫ്യൂഡലിസം എന്ന ഒരു വ്യവസ്ഥ ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കോമൺ ആയിട്ട് ചിന്തിക്കുക, ഒരു ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയാണ് പ്രധാന റിസോഴ്സ്. ജനസംഖ്യയിൽ ഭൂരിപക്ഷത്തിൻ്റെയും തൊഴിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കാർഷിക വൃത്തിയായിരിക്കും. അപ്പോൾ ഈ ഭൂമിയെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഒരു സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് സിസ്റ്റമാണ് ഫ്യൂഡലിസം അല്ലെങ്കിൽ ജന്മിത്വം. അപ്പോൾ അതിൽ ഫ്രാങ്കുകൾ, നോർമന്മാർ എന്നീ ജനവിഭാഗങ്ങളിൽ നിന്നാണ് ഫ്യൂഡലിസം യൂറോപ്പിൽ ഉത്ഭവിച്ചത്. അപ്പോൾ ഫ്യൂഡലിസത്തിൽ നമ്മളൊരു ഹയറാർക്കി കാണും. സൊസൈറ്റിയിൽ ഹയറാർക്കി ഉണ്ട്. അതിൽ പൊക്കത്തേക്ക് പോകുന്തോറും നമുക്ക് വളരെയധികം പ്രിവിലേജുകൾ ഉണ്ടാവും. താഴേക്ക് വരുംതോറും ജനസംഖ്യ കൂടുതലായിരിക്കും. എല്ലാവർക്കും അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഫ്യൂഡലിസത്തിൻ്റെ ലക്ഷ്യം സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റിയാണ്. അന്ന് ഫ്യൂഡലിസത്തെ സപ്പോർട്ട് ചെയ്തത് അന്നത്തെ രാജാക്കന്മാരും അന്നത്തെ മതനേതാക്കളുമാണ്. അതായത് യൂറോപ്യൻ കണ്ടെക്സ്റ്റിൽ ചർച്ചാണ്. അപ്പോൾ നിങ്ങളിനി നെക്സ്റ്റ് ഈ സ്ലൈഡിൽ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഒരു പിരമിഡാണത്. ഇതിൽ നമുക്ക് ഫ്യൂഡലിസം മനസ്സിലാക്കാം. ഒരു ഇമേജ് റെപ്രസെൻറ്റേഷനാണ്. നോക്കുക, അതൊരു പിരമിഡാണ്. ഏറ്റവും താഴെ, പിരമിഡിൻ്റെ താഴെയാണ് പോപ്പുലേഷൻ കൂടുതലുള്ളത്. അവരെയാണ് പെസൻസ് എന്ന് പറയുന്നത്. അതായത് ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ. അവരന്ന് കുടിയാന്മാരായിട്ടാണ് ജീവിച്ചിരുന്നത്. അതിനെയാണ് സെർഫുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പെസൻസിൽ തന്നെ
പല വിഭാഗങ്ങളുണ്ടാവും, കൃഷിക്കാരുണ്ടാവും. അവരാണ് ജനസംഖ്യയുടെ ഭൂരിഭാഗം. ഇതല്ലാതെ കൈവേലകൾ ചെയ്യുന്നവരുണ്ട്, ചെറിയ ചെറിയ കലാവസ്തുക്കൾ ഉണ്ടാക്കുന്നവരുണ്ട്. ഇനി ഇവരുടെ പൊക്കത്താണ് നൈറ്റ്സ് അല്ലെങ്കിൽ പോരാളികൾ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലെ ക്ഷത്രിയർ ചെയ്തിരുന്ന ഡ്യൂട്ടിയാണ് അവർ ചെയ്തിരുന്നത്. അതായത് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, രാജ്യത്തിന് സെക്യൂരിറ്റി കൊടുക്കുക. അതിൻ്റെ പൊക്കത്താണ് പ്രീസ്ലി ക്ലാസ് അല്ലെങ്കിൽ പൗരോഹിത്യം നിങ്ങൾക്ക് കാണാം. അപ്പോൾ അന്നത്തെയൊക്കെ ഒരു കൺസെപ്റ്റ് അധികാരം ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അതിനെയാണ് ഡിവൈൻ തിയറി ഓഫ് കിങ്ഷിപ്പ് എന്ന് പറയുന്നത്. ഇതിനെല്ലാം മുകളിൽ രാജാവ്. അപ്പോൾ ഈ ഫ്യൂഡലിസം എന്ന വ്യവസ്ഥ സമൂഹത്തിന് ഒരു സ്റ്റെബിലിറ്റിയും ഓർഡറും കൊടുക്കും. അതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ യൂറോപ്പിൽ നൂറുകണക്കിനോളം കൊല്ലം നിലനിന്നിരുന്ന വ്യവസ്ഥയാണ് ഫ്യൂഡൽ വ്യവസ്ഥ. അപ്പോൾ ഈ ഫ്യൂഡലിസത്തിൽ തന്നെ പല ലെവലുകളുണ്ട്. മൊണാർക്കുകളുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, പ്രഭുക്കന്മാർക്ക് കീഴിൽ ചെറിയ ചെറിയ ആൾക്കാരുണ്ട്, പെസൻസ് ഉണ്ട്. അപ്പോൾ അന്നത്തെ സമൂഹത്തിൽ ഫ്യൂഡലിസം ആൾക്കാർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തു. കാരണം ഒരു ശക്തനായ രാജാവിന് കീഴിൽ ആണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രാജാവ് സുരക്ഷ തരും. അപ്പോൾ ഫ്യൂഡലിസവുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹ്യ വ്യവസ്ഥയാണ് മനോറിയൽ സിസ്റ്റം. എന്താണ് മനോറിയൽ സിസ്റ്റം എന്ന് നമുക്ക് നോക്കാം. നമുക്കതിന് നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് നോക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, അന്ന് ധാരാളം ഏരിയകൾ ഓരോ പ്രഭുക്കന്മാരുടെ കീഴിലാണ്. അപ്പോൾ ആ പ്രഭുക്കന്മാരാണ് അവിടെ ഉള്ളവർക്ക് നീതി നിർവഹണവും സുരക്ഷയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോട്ടയുണ്ടാവും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജനങ്ങളൊക്കെ അതിൽ പോയി അഭയം പ്രാപിക്കും. ധാരാളം കൃഷിസ്ഥലം ഉണ്ടാവും. അവിടെ തന്നെ ഒരു ചർച്ച് ഉണ്ടാകും. അവിടെ തന്നെ ഗ്രാമങ്ങളുണ്ടാകും. അവിടെ തന്നെ പലവിധ കൈവേലക്കാർ, ഇരുമ്പ് പണിക്കാർ, ബ്രെഡ് ഉണ്ടാക്കുന്നവർ, ഇങ്ങനെ ഇവരുടെ ഒരു സിസ്റ്റത്തെയാണ് മനോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സ്വയം പര്യാപ്ത ഗ്രാമങ്ങൾ പോലെയാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ വ്യാപാരം ബേസിക്കലി ലോക്കലൈസ്ഡ് ആണ്. അതായത് ഒരു ഏരിയയിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾ അവിടെ തന്നെ ഉപയോഗിക്കപ്പെടുന്നു. അതുപോലെ അന്ന് കറൻസി സിസ്റ്റം അത്ര ആക്റ്റീവ് അല്ല. ബാർട്ടർ ട്രേഡാണ്. അതായത് ഒരു കൃഷിക്കാരനും ഒരു മരപ്പണിക്കാരനും പരസ്പരം കച്ചവടം ചെയ്യുമ്പോൾ കൃഷിക്കാരൻ അവൻ അരിയോ ഗോതമ്പോ കൊടുക്കും. പകരമായിട്ട് മരപ്പണിക്കാരൻ അവൻ ചെയ്ത വർക്ക് കൊടുക്കും. അപ്പോൾ ബാർട്ടർ സിസ്റ്റം ആണ് അന്ന് സൊസൈറ്റിയെ കുറേയേറെ നയിച്ചിരുന്നത്. അന്നത്തെ രാജാക്കന്മാർ ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർ അല്ലെങ്കിൽ സാമന്തന്മാരെ ഡിപ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു രാജാവിന് കീഴിൽ ധാരാളം പ്രഭുക്കന്മാരുണ്ടാകും. അപ്പോൾ രാജാക്കന്മാരുടെ ശക്തി അനുസരിച്ച് ചിലപ്പോൾ പ്രഭുക്കന്മാർ ഇവരെയെല്ലാം അനുസരിച്ച് മര്യാദയ്ക്ക് ജീവിക്കും. അല്ലെങ്കിൽ രാജാവ് വീക്കാണെങ്കിൽ ഒരു പക്ഷേ രാജാവിനെ അവർ വെല്ലുവിളിച്ചേക്കാം. അപ്പം നമ്മൾ യൂറോപ്പിൻ്റെ ഒരു കണ്ടക്സ്റ്റ് നോക്കുമ്പോൾ യൂറോപ്പിൻ്റെ ആർട്ട്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, മൂല്യങ്ങൾ, ഇതിനെല്ലാം ഫ്യൂഡലിസം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആ സമയത്തെ യൂറോപ്യൻ പെയിൻറ്റിങ്ങുകൾ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് പഴയ ചർച്ചുകളിൽ കാണാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഫ്യൂഡൽ മൂല്യങ്ങൾ എന്താണെന്നുള്ളത് കാണിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പക്ഷേ വായിച്ചിട്ടുള്ള കഥയായിരിക്കാം റോബിൻഹുഡ്. അപ്പോൾ റോബിൻഹുഡിൻ്റെ ആ നോവലിൽ നമുക്ക് ആ സമയത്തെ ഇംഗ്ലണ്ടിലെ ഫ്യൂഡൽ വ്യവസ്ഥ മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില നോവലുകളും ചില സിനിമകളിലൊക്കെ നമുക്ക് ഫ്യൂഡലിസം എന്താണെന്നുള്ളത് കാണിച്ചു തരും. ഇനി എന്നും മാറ്റമില്ലാത്തത് മാറ്റത്തിനാണ്, ഓർക്കുക. അപ്പോൾ ഈ ഫ്യൂഡലിസം എന്ന വ്യവസ്ഥയ്ക്കും പിൽക്കാലത്ത് വെല്ലുവിളികൾ വരും. എന്താണ് വെല്ലുവിളി?
ഉദാഹരണം, യൂറോപ്പിൽ ഒരു ഘട്ടത്തിൽ പ്ലേഗ് പടർന്നു പിടിച്ചു. അതിനെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. ഒരു 1347 തുടങ്ങി 1352 വരെ. അപ്പോൾ അന്നത്തെ കാലത്ത് വൈദ്യശാസ്ത്രം ഡെവലപ്ഡ് ആയിട്ടില്ല. അപ്പോൾ ഈ പ്ലേഗ് വരുമ്പോൾ ഓരോ നഗരങ്ങളിൽ അല്ലെങ്കിൽ ഓരോ ഏരിയകളിൽ ജനസംഖ്യയിൽ പകുതിയോളം മരിച്ചു പോകും. അപ്പോൾ ഫ്യൂഡലിസത്തിനെതിരെ നൂറ്റാണ്ടുകളായി കർഷകരുടെ സമരമുണ്ട്. അതിനാണ് പെസൻറ്റ് റിവോൾട്ട് എന്ന് പറയുന്നത്. അതെപ്പോഴും ഉണ്ടാവും. പിൽക്കാലത്ത് നഗരങ്ങൾ പല സ്ഥലത്തും വളരാൻ തുടങ്ങും. അപ്പം നഗരങ്ങളിലെ മെയിൻ തൊഴിൽ വ്യാപാരമായിരിക്കും. അപ്പോൾ കറൻസിയുടെ ഉപയോഗം. പിൽക്കാലത്തെ രാജാക്കന്മാർ ശക്തരാകും. അപ്പോൾ അവർക്ക് പ്രഭുക്കന്മാരെ അവർ കൂടുതൽ സബ്ഡ്യൂ ചെയ്യും. പിൽക്കാലത്ത് മിലിറ്ററിയിൽ പുതിയ ടെക്നോളജികൾ വരും. ഉദാഹരണം, വെടിമരുന്ന്. അപ്പോൾ കോട്ടകളുടെയൊക്കെ ശക്തി കുറയും. അങ്ങനെ 15-ാം നൂറ്റാണ്ടോടുകൂടി ഫ്യൂഡലിസം വീക്കാകാൻ തുടങ്ങും യൂറോപ്പിൽ. അത് വീക്കാകാൻ തുടങ്ങും. അത് പിന്നെയും സെഞ്ച്വറീസ് എടുത്താണ് അത് ഫുള്ളി തീരുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് പൊതുവെ നല്ല സമയമെടുക്കും. അപ്പോൾ യൂറോപ്പിൽ നിന്നും പല ഭാഗത്തും ഫ്യൂഡലിസത്തിൻ്റെ അവസാന അംശങ്ങൾ മാറുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. അപ്പോൾ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് അന്ന് ബ്ലാക്ക് ഡെത്ത് യൂറോപ്പിൽ വന്നതാണ്. എങ്ങനെയാണ് അത് യൂറോപ്പിലെ ജനസംഖ്യയെ ബാധിച്ചിരിക്കുന്നത് എന്നൊരു ഇമേജാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, തീര നഗരങ്ങൾ വഴിയാണ് അത് പടരുന്നത്, വ്യാപാര കേന്ദ്രങ്ങൾ വഴി. അന്നത്തെ കാലത്ത് ആൾക്കാരെ ശവസംസ്കാരം നടത്തുന്നതിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. നിങ്ങൾക്ക് കാണാം, അന്നത്തെ സമൂഹത്തിൻ്റെ ആകുലതയെല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഇറ്റലി കേന്ദ്രീകരിച്ചാണ് പല നഗരങ്ങൾ വളരുന്നത്. ഉദാഹരണം, വെനീസ്, ഫ്ലോറൻസ്, നേപ്പിൾസ്. ഇവരെല്ലാം വ്യാപാരം ചെയ്ത് വളരെ സമ്പന്നവും. അപ്പോൾ ഇതൊക്കെയാണ് സിറ്റി സ്റ്റേറ്റ്സ് ആകുന്നത്. ഇവരെല്ലാം ഭയങ്കര സമ്പന്നമായിരിക്കും. അപ്പോൾ നമ്മൾ ഫ്യൂഡലിസം എന്ന കൺസെപ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റാണ് ഏജ് ഓഫ് ഡിസ്കവറി. ഇനി നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ യൂറോപ്യന്മാർക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ചില വസ്തുക്കളുണ്ട്. ഉദാഹരണം, നമ്മുടെ കുരുമുളക്. കാര്യം, അവിടുത്തെ ക്ലൈമറ്റിൽ മഞ്ഞുകാലത്ത് അവർക്ക് ഇറച്ചിയൊക്കെ സൂക്ഷിക്കണമെങ്കിൽ കുരുമുളകും ഉപ്പും എല്ലാം വേണം. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് പണ്ടുകാലത്തെ റോമാക്കാർ ഇന്ത്യയിൽ വരുമായിരുന്നു കുരുമുളക് വാങ്ങാൻ. അപ്പോൾ കുരുമുളക് അവർ ഏഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നു. അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു കുരുമുളക്. ഇതുകൂടാതെ പലവിധ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഗ്രാമ്പു, കറുവാപ്പട്ട ഒക്കെ. അപ്പോൾ ഏറെക്കാലം വ്യാപാരം നടത്തിയിരുന്നത് കിഴക്കൻ റോമ സാമ്രാജ്യം വഴിയാണ്. അപ്പോൾ പിൽക്കാലത്ത് ഈ കിഴക്കൻ റോമ സാമ്രാജ്യവും അറബ് നാടുകളും മുസ്ലിങ്ങളുടെ കീഴിലാവും. പ്രത്യേകിച്ച് 1453 ഓട്ടമൻ സാമ്രാജ്യം കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന നഗരം പിടിച്ചെടുക്കും. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ച് അവർക്ക് സമ്പന്നമായ ഏഷ്യയിലേക്ക് ഉള്ള വഴി കണ്ടുപിടിക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. കാര്യം, അന്നത്തെ യുദ്ധങ്ങൾക്ക് രാഷ്ട്രീയപരമായ, സാമ്പത്തികപരമായ, അതുകൂടാതെ മതപരമായ ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ യൂറോപ്പിലെ എല്ലാവിധ മേധാവികൾക്കും ഏഷ്യയിലേക്ക് ഒരു വഴി കണ്ടുപിടിക്കേണ്ടത് ആവശ്യമായി തീർന്നു. അങ്ങനെയാണ് ഏജ് ഓഫ് ഡിസ്കവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാം. ഈ മാപ്പിൻ്റെ താഴെയായിട്ട് ഓട്ടമൻ സാമ്രാജ്യം കാണിക്കുന്നുണ്ട്. ഒരു 1453 ആവുമ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന നഗരം തുർക്കികൾ അവരുടെ അധീനതയിലാക്കും. ആ വഴിയാണ് യൂറോപ്പിലേക്ക് കുരുമുളക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി യൂറോപ്യന്മാർക്ക്
അവരെ കടന്ന ഒരു വഴി കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് അവർ വേറെ വഴികൾ തേടുന്നത്, ആഫ്രിക്ക ചുറ്റിയും എല്ലാം ഇന്ത്യയിലേക്ക് വരാൻ. ഇത് ഓട്ടോമൻ സുൽത്താൻ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിക്കുന്നതിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. അദ്ദേഹം ഒരു വലിയ രാജാവാണ്, രാജാവല്ല ചക്രവർത്തിയാണ്. ഓട്ടോമൻ സാമ്രാജ്യത്തിന് വളരെ ശക്തമായ അടിത്തറയിട്ട മനുഷ്യനാണ് മുഹമ്മദ് രണ്ടാമൻ. അദ്ദേഹത്തിൻ്റെ വെറും 21-ാം വയസ്സിലാണ് അദ്ദേഹം ഈ വിജയം നേടുന്നത്. അപ്പോൾ ഈ തുർക്കികളുടെ ചലഞ്ചെല്ലാം വന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് കാത്തലിക് സ്റ്റേറ്റ്സ് ആയിരുന്നു പോർച്ചുഗലും സ്പെയിനും. ഇനി സ്പെയിനിനെയും പോർച്ചുഗലിനെയും പറ്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്പെയിൻ പോർച്ചുഗൽ അടങ്ങുന്ന ഉപഭൂഖണ്ഡത്തെയാണ് ഐബീരിയൻ പെനൻസുല എന്ന് പറയുന്നത്. 7-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ടിൽ ഈ പെനൻസുല മുസ്ലിം ഭരണത്തിന് കീഴിലാവും, അറബികളുടെ ഭരണവും. അതിനെയാണ് അൻഡാലൂഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. പക്ഷേ ഒരു 15-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും വടക്കുന്നുള്ള ക്രിസ്ത്യൻ ശക്തികൾ ഈ ഏരിയകൾ പിടിച്ചെടുക്കും. അതിനെയാണ് റിക്കോൺക്വീസ്റ്റ എന്ന് പറയുന്നത്. അവർ അവസാനത്തെ മുസ്ലിം രാജ്യത്തെയും പരാജയപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ് കാണുന്നത്. ഗ്രാനഡ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യം നമ്മുടെ സ്പെയിനിൻ്റെ തെക്കുണ്ടാവും. അതിനെ ക്രിസ്ത്യൻ സൈന്യം കീഴടക്കും. അപ്പോൾ അന്നത്തെ കാലത്ത് പലവിധ മിത്തുകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു മിത്താണ് പ്രസ്റ്റർ ജോൺ. ഈ പ്രസ്റ്റർ ജോൺ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ സങ്കല്പത്തിലെ ഒരു ക്രിസ്ത്യൻ രാജാവാണ്. അദ്ദേഹം കിഴക്ക് നിന്നാണ് ഭരിക്കുന്നത്. അപ്പോൾ പ്രസ്റ്റർ ജോൺ ക്രിസ്ത്യാനിയാണ്. പ്രസ്റ്റർ ജോണിനെ കണ്ടെത്തിയാൽ യൂറോപ്യന്മാർക്ക് മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ ഒരു സഖ്യം ഉണ്ടാക്കാം എന്ന ഒരു ധാരണയുണ്ട്. ഇത് കൂടാതെ ഒരു 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ടിൽ ഏഷ്യയിൽ സഞ്ചരിച്ച സഞ്ചാരിയാണ് മാർക്കോ പോളോ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ യൂറോപ്യൻസിന് ഭയങ്കര ഇൻസ്പിറേഷനാണ്. പോർച്ചുഗലിലെ ഒരു രാജാവായിരുന്നു ഹെൻറി. അദ്ദേഹം അറിയപ്പെടുന്നത് ഹെൻറി ദ നാവിഗേറ്റർ എന്ന പേരിലാണ്. കാരണം അദ്ദേഹം ധാരാളം നെയ്വൽ എക്സ്പെഡിഷൻസിനെ, ധാരാളം നാവിക പര്യവേഷണത്തിനെ സ്പോൺസർ ചെയ്യും. അങ്ങനെയാണ് ആഫ്രിക്ക ചുറ്റിയാൽ ഇന്ത്യയിലേക്ക് വരാം എന്ന റൂട്ട് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആഫ്രിക്കയിൽ തെക്ക് ഒരു മുനമ്പുണ്ട്, അതിൻ്റെ പേര് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നാണ്. കാര്യം 1487 അവിടെ യൂറോപ്യൻ ശക്തികൾ കണ്ടെത്തും. അത് ചുറ്റിയാൽ ഇന്ത്യയിലേക്ക് വരാം എന്ന ഐഡിയ അവർക്ക് കിട്ടും. അങ്ങനെയാണ് പേര് വരുന്നത്. അപ്പോൾ സ്പെയിൻ 1492 പൂർണ്ണമായും ക്രിസ്ത്യൻ ശക്തികളുടെ കയ്യിലാവും. അപ്പോൾ അന്നത്തെ രാജാക്കന്മാർ പലവിധ സഞ്ചാരികളെ സ്പോൺസർ ചെയ്യും. അങ്ങനെ സ്പോൺസർഷിപ്പ് കിട്ടിയ സഞ്ചാരിയാണ് ക്രിസ്റ്റഫർ കൊളംബസ്. ഇനിയാണ് ന്യൂ വേൾഡ്. അപ്പം നിങ്ങൾ മാപ്പൊന്ന് ആലോചിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. ന്യൂ വേൾഡ്, ഓൾഡ് വേൾഡ്, പുതിയ ലോകം, പഴയ ലോകം. ഈ മാപ്പൊന്ന് നോക്കുക. ഇത് ഒരു 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിന് മുമ്പുള്ള യൂറോപ്യൻ സങ്കല്പമാണ് ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കി, അതിൽ 3 ഭൂഖണ്ഡങ്ങളാണ് ഉള്ളത്: ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്കയുടെ വടക്കൻ ഭാഗം. അപ്പം അന്ന് അമേരിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡത്തെ പറ്റി ആർക്കും അറിയില്ല. ഈ 3 ഭൂഖണ്ഡങ്ങളെയാണ് ഓൾഡ് വേൾഡ് അല്ലെങ്കിൽ പഴയ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ സ്പെയിൻകാരുടെ ലക്ഷ്യം പടിഞ്ഞാറേക്ക് പോയി ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടുപിടിക്കാനാണ്. അങ്ങനെയാണ് സ്പെയിനിലെ രാജാവ് ക്രിസ്റ്റഫർ കൊളംബസിനെ സ്പോൺസർ ചെയ്യുന്നത്. ക്രിസ്റ്റഫർ കൊളംബസ് പടിഞ്ഞാറേക്ക് പോകും. പക്ഷേ 1492 കൊളംബസ് ചെന്നെത്തുന്നത് ഒരു കരീബിയൻ ദ്വീപിലാണ്. അങ്ങനെയാണ് പിൽക്കാലത്ത് അമേരിക്ക എന്ന ഭൂഖണ്ഡമുണ്ട് എന്ന് കണ്ടെത്തുന്നത്.
അപ്പോൾ അക്കാലത്ത് ഒരു 1400, 1500, 1600 ഈ കാലഘട്ടത്തിൽ പുതിയ ഏരിയകൾ കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നവരാണ് പോർച്ചുഗീസുകാർ, നമ്മുടെ മലയാളം ടേമിൽ പറങ്കികൾ, അതുപോലെ സ്പെയിൻകാർ. അപ്പം മഗല്ലൻ എന്ന നാവികൻ പിൽക്കാലത്ത് ലോകം സർക്കം നാവിഗേറ്റ് ചെയ്യും, അതായത് ലോകത്തെ ചുറ്റി സഞ്ചരിക്കും. അപ്പം അന്നത്തെ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഗോഡ്, ഗോൾഡ്, ഗ്ലോറി, അതായത് ക്രിസ്തുമതം പ്രചരിപ്പിക്കുക, മാക്സിമം സമ്പത്ത് ഉണ്ടാക്കുക, അതാണ് ഗോൾഡ്. ഇത് രണ്ടുമുണ്ടെങ്കിൽ അവർക്ക് ഗ്ലോറി കിട്ടും. അപ്പോൾ പുതിയ ഭൂമികൾ കണ്ടുപിടിച്ച് അവിടെയെല്ലാം കുടിയേറാൻ ശ്രമിക്കുക. ഇതാണ് പിൽക്കാലത്ത് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡിലേക്ക് എത്തിച്ചത്. അതെന്താണെന്നുള്ളത് നമ്മൾ വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോൾ ഈ പെയിൻറ്റിങ് കാണിക്കുന്നത് കൊളംബസ് അമേരിക്കയെ ലാൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കൊളംബസും കൂട്ടുകാരും. അപ്പോൾ അമേരിക്ക എന്ന ഭൂഖണ്ഡത്തെ ഡിസ്കവർ ചെയ്ത യൂറോപ്യനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. അപ്പോൾ യൂറോപ്യൻ വീക്ഷണത്തിൽ കൊളംബസ് വീരനാണ്. പക്ഷേ അമേരിക്കയിലെ ആദിമ നിവാസികളുടെ വീക്ഷണത്തിൽ ഇങ്ങേര് വന്നപ്പോൾ തുടങ്ങിയാണ് അവരുടെ ഒരു നാശം തുടങ്ങുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ക്രിസ്റ്റഫർ കൊളംബസ് നെഗറ്റീവായിട്ട് കാണപ്പെടുന്ന വ്യക്തിയാണ്. അപ്പം ചരിത്രം എന്നും അങ്ങനെയാണ്. ചരിത്രം ചില വ്യക്തികൾ ചിലരുടെ ഹീറോകളും ചിലരുടെ വില്ലന്മാരും ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ന്യൂസ് വായിക്കുമ്പോൾ കൊളംബസിൻ്റെ പ്രതിമ തകർക്കുന്നതൊക്കെ കേൾക്കാം. ഇതാണ് സംഭവം. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്ക് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പഴയ ആഫ്രിക്കയുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ അതിൽ ചില ഏരിയകൾ പറയുന്നത് സ്ലേവ് കോസ്റ്റ്, അതായത് അടിമകളെ കയറ്റിയിരുന്ന അവിടെ നിന്നാണ്. അതുപോലെ ഐവറി കോസ്റ്റ്, ആനക്കൊമ്പ് കയറ്റിയിരുന്ന കോസ്റ്റ്. ഗോൾഡ് കോസ്റ്റ്, അതാണ് പിൽക്കാലത്ത് ഗാനയായി മാറിയത്. അപ്പോൾ അന്നത്തെ ആഫ്രിക്കയിൽ കുറേ ശക്തമായ രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളുണ്ട്. അപ്പോൾ യുദ്ധത്തിൽ അന്ന് യുദ്ധങ്ങളെല്ലാം ക്രൂരമാണ്, നിങ്ങൾക്കറിയാം. യുദ്ധത്തിൽ വിജയിച്ച വർഗം തോറ്റ വർഗത്തെ പിടിച്ച് കൊന്നുകളയോ അടിമകളാക്കി വിൽക്കുകയോ ചെയ്യും. അപ്പം അന്നത്തെ യൂറോപ്യന്മാർ ആഫ്രിക്ക സന്ദർശിച്ചു. അവർ ഈ ആഫ്രിക്കയിലെ പല രാജാക്കന്മാർക്ക് പലവിധ സമ്മാനങ്ങൾ കൊടുക്കും. ഫോർ എക്സാമ്പിൾ മദ്യം, അല്ലെങ്കിൽ വർണ്ണക്കുപ്പായം, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ ടൈപ്പ് തോക്ക്, അങ്ങനെ പലവിധ വസ്തുക്കൾ അവർക്ക് കൊടുക്കും. അങ്ങനെ ഈ അടിമകളെ അവർ വാങ്ങും. അടിമകളെ വലിയ കപ്പലുകളിൽ കെട്ടിയിട്ടിട്ട് നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രം വഴി വടക്കേ അമേരിക്കയിലേക്കും തെക്കേ അമേരിക്കയിലേക്കും കൊണ്ടുപോകും. അവരെ അവിടെ കൊണ്ടുപോകുമ്പോൾ അവിടെ കൊണ്ടുപോയ ശേഷം അവരെ അടിമപ്പണി എടുപ്പിക്കും. അങ്ങേയധികം ക്രൂരമായിട്ടാണ് ഇത് നടക്കുന്നത്. അവിടെയുള്ള കോട്ടൻ്റെ പ്ലാന്റേഷൻ, ഷുഗറിൻ്റെ പ്ലാന്റേഷൻ, മൈനുകൾ, ഇവിടെയെല്ലാം അവരെ പണിയെടുപ്പിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഇമേജിൽ കാണാം, ഇതൊരു സർവകലാശാല പ്രൊഡ്യൂസ് ചെയ്ത ഇമേജാണ്. ഏകദേശം 15-ാം നൂറ്റാണ്ടിനും 19-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ഏകദേശം 1.5 കോടിയോളം ആഫ്രിക്കക്കാരെ യൂറോപ്യന്മാർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കറുത്ത വർഗ്ഗക്കാരെ കാണുന്നത്. അവരുടെ പിന്മുറക്കാരാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ സ്പെയിൻകാരും പോർച്ചുഗീസുകാരുമാണ് ഇത് ചെയ്തത്. പിന്നീട് ഇതിലേക്ക് വന്നത് ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരുമാണ്. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ഇത് നിരോധിക്കാൻ മുൻകൈ എടുക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ഇതാണ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ്. അപ്പോൾ ഇത് അങ്ങേയറ്റം ക്രൂരമായ ഒരു പ്രോസസ്സാണ്. കാര്യം ഈ കപ്പൽ 1 മാസത്തോളം എടുക്കും ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിലേക്ക് ലാൻഡ് ചെയ്യാൻ. ഇവരെ കയ്യും കാലും കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഭയങ്കര പീഡനങ്ങളാണ്. ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് ഉണ്ടാവില്ല. കുറേ പേര് ആത്മഹത്യ ചെയ്യും.
അങ്ങേയറ്റം ദുരിതമാണ്. അങ്ങനെ കറുത്ത വർഗ്ഗക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് കിട്ടുന്ന കോട്ടൺ, ഷുഗർ, അതുപോലെ ഖനനം ചെയ്തെടുക്കുന്ന സ്വർണം, വെള്ളി, ഇതെല്ലാം യൂറോപ്പിലേക്ക് ഒഴുകും. അപ്പോൾ ഒരു ട്രയാങ്കുലറായ സ്ലേവ് ട്രേഡാണ് നടക്കുന്നത്. ഇതിനെയാണ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ വാർത്ത വായിക്കുമ്പോൾ നിങ്ങൾ കാണുന്നൊരു കാര്യമാണ്, അന്നത്തെ കാലത്ത് അടിമക്കച്ചവടം ചെയ്ത പലരുടെയും സ്മാരകങ്ങൾ ഇന്ന് അമേരിക്കയിൽ തകർക്കുന്നുണ്ട്. ഇതാണ് സംഭവം. ഇത് ചരിത്രത്തെ പുനർവായിക്കുവാണ്. ഇതാണ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ്. നിങ്ങൾക്ക് ഈ PPT ലഭിക്കുന്നതാണ്. നിങ്ങൾക്കതിൽ ആ ഇമേജ് ശ്രദ്ധിച്ച് നോക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു പദമാണ് കൊളംബിയൻ എക്സ്ചേഞ്ച്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾഡ് വേൾഡ്, ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, അവരുടെ ന്യൂ വേൾഡ്, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഇവിടെയുള്ള പല മൃഗങ്ങളും പല ചെടികളും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെയുള്ള പല മൃഗങ്ങളും ചെടികളും ഇവിടെ ഉണ്ടായിരുന്നില്ല. കൊളംബസ് പോയ ശേഷം ഇവിടെ നിന്നുള്ള പലതിനെയും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ നിന്നുള്ള പല വസ്തുക്കളും ഇങ്ങോട്ട് വന്നു. ഉദാഹരണം പുകയില, അതുപോലെ എന്താ പറയണേ, നമ്മുടെ പൈനാപ്പിള്, ഇങ്ങനെയുള്ള കുറേ വസ്തുക്കൾ നമ്മുടെ നാട്ടിലേക്ക് വന്നു. ഇവിടെ നിന്നുള്ള കുറേ വസ്തുക്കൾ അങ്ങോട്ട് പോയി. പക്ഷേ ഇവിടെ നിന്ന് പോയതിൽ കൂടുതലും അസുഖങ്ങളായിരുന്നു. ഉദാഹരണം മലേറിയ, ഇൻഫ്ലുവൻസ, സ്മോൾ പോക്സ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നിട്ട് അവിടെയുള്ള ആദിമ നിവാസികൾ, അമേരിക്കയിലെ ആദിവാസികളിൽ ബഹുഭൂരിപക്ഷം മരിക്കും. അങ്ങനെയാണ് അമേരിക്കയിലുണ്ടായിരുന്ന ആദിവാസികളുടെ ഭൂരിപക്ഷം പേരും കൊല്ലപ്പെടുന്നത്. ഇവിടെ നിന്നുള്ള അസുഖങ്ങൾ അവരെ കൊന്നുകളയും. ഇതിനെയാണ് കൊളംബിയൻ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളരെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള പല ഫലവർഗ്ഗങ്ങളും പച്ചക്കറികളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണം ടൊമാറ്റോ, പീനട്ട്, നമ്മുടെ ഇവിടെ നിന്ന് പലതും അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ കൊളംബിയൻ എക്സ്ചേഞ്ച് എന്ന പ്രോസസ്സ് അമേരിക്കയിലെ ആദിമ നിവാസികളെ സംബന്ധിച്ച് ഒരു വലിയ ദുരന്തമായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് യൂറോപ്യന്മാർ അന്ന് എക്സ്പ്ലോർ ചെയ്തത്? പല സാങ്കേതിക വിദ്യകളും അവർ ഉപയോഗപ്പെടുത്തി. ഉദാഹരണം കമൽ എന്ന് പറയുന്ന ഒരു ചെറിയ മെഷീനുണ്ട്. അതുവഴി നമുക്ക് നക്ഷത്രങ്ങളെയൊക്കെ നോക്കി ദിശ നിർണ്ണയിക്കാം. അസ്ട്രോലാബ്, കാന്തം കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്നത് യൂറോപ്യന്മാരാണ്. ശേഷി കൂടിയ കപ്പലുകൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. പീരങ്കികൾ, അങ്ങനെ അവർ പല രാജ്യങ്ങളും കീഴടക്കും. ഉദാഹരണം കേരളത്തിലേക്ക് വന്ന പറങ്കികൾക്ക് ശക്തമായ പീരങ്കി ഉണ്ടാവും. മാപ്പ് വരയ്ക്കുന്ന ശാസ്ത്രം അല്ലെങ്കിൽ കാർട്ടോഗ്രഫി, അതിലവർ അഗ്രഗണ്യരാകും. ഇതെല്ലാമാണ് അതിൻ്റെ സാങ്കേതിക വശം. നമുക്ക് അതിൻ്റെ ഒരു ഇമേജ് കാണാം. അന്നത്തെ കാലത്തെ മാപ്പുകൾ, കോമ്പസ്, അസ്ട്രോലാബ്, സെക്സ്റ്റൻ്റ്, ഇങ്ങനെയുള്ള പല മെഷീൻസും യൂറോപ്യന്മാർ ഉപയോഗപ്പെടുത്തും. ഇനി അന്നത്തെ കാലത്ത് ഈ പുതിയ നാടിനെ പറ്റി ആർക്കും അറിയില്ല. അപ്പോൾ പലവിധ റിസ്ക്കും ഫേസ് ചെയ്ത് അതിനിറങ്ങാൻ കുറേ പേര് വരും. അവരെയാണ് എക്സ്പ്ലോറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു ലിസ്റ്റാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഉദാഹരണം മാർക്കോ പോളോ, അദ്ദേഹമാണ് ചൈനയും ഏഷ്യയും സഞ്ചരിച്ച് പുസ്തകങ്ങൾ എഴുതിയത്. കൊളംബസ് ജനിച്ചത് ആധുനിക ഇറ്റലിയിലാണ്. എങ്കിലും അദ്ദേഹം പര്യവേഷണങ്ങൾ നടത്തിയത് സ്പെയിൻ രാജാവിന് വേണ്ടിയാണ്. വാസ്കോഡ ഗാമ ഒരുപക്ഷെ ഇന്ത്യയിൽ പ്രസിദ്ധം അല്ലെങ്കിൽ കുപ്രസിദ്ധമായ വ്യക്തി. പോർച്ചുഗീസ് രാജാവിന് വേണ്ടി ഇവിടെ വരുന്ന പോർച്ചുഗീസ് സഞ്ചാരിയാണ് വാസ്കോഡ ഗാമ. അങ്ങനെയാണ് ഇന്ത്യയിലേക്കുള്ള റൂട്ട് കണ്ടുപിടിക്കുന്നത്. അവർ വരുന്നത് നമ്മുടെ കുരുമുളകിനാണ്. മഗല്ലൻ ഒരു സ്പെയിന് വേണ്ടി സഞ്ചരിച്ച ഒരു സഞ്ചാരിയാണ്. അദ്ദേഹമാണ് ലോകത്തെ ചുറ്റി സഞ്ചരിക്കുന്നത്.
ഫ്രാൻസിസ്കോ പിസാറോ, ഇദ്ദേഹം സ്പെയിനിലെ രാജാവിന് വേണ്ടി അന്നത്തെ അമേരിക്കയിലെ പല രാജ്യങ്ങളെയും ആക്രമിച്ച് കീഴടക്കും. അവരെയാണ് സ്പാനിഷ് ടേമായ കോൺക്വെസ്റ്റഡോർ എന്ന് പറയുന്നത്. പേര് കേട്ടാൽ മനസ്സിലാവും, കോൺക്വസ്റ്റ് ചെയ്യുന്നവർ. അപ്പോൾ ഇവരെല്ലാം അവിടെയുള്ള ജനങ്ങൾക്ക് ഭയങ്കര നാശമാണ് വരുത്തുന്നത്. അവർ ചിലരുടെ പെയിൻറ്റിങ്ങുകളെയും കൊടുത്തിട്ടുണ്ട്. പിസാറോ, മഗല്ലൻ, ഹെർനാൻ കോർട്ടസ്, ഇവരെല്ലാമാണ് സൗത്ത് അമേരിക്ക സ്പെയിന് വേണ്ടി പിടിച്ചെടുക്കുന്നത്. പിന്നെയുമുണ്ട് അമാരിഗോ വെസ്പൂജി. അദ്ദേഹം സ്പെയിന് വേണ്ടി സന്ദർശിക്കുന്ന ഒരു നാവികനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് അമേരിക്ക എന്ന പദം വരുന്നത്. അതുപോലെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പല നാവികരുണ്ട്. ജോൺ ഹോക്കിൻസ്, ജോൺ കാബട്ട്, ഹെൻറി ഹഡ്സൺ. അപ്പോൾ പല സ്ഥലത്തും പല മലകൾ ഒക്കെ ഇവരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഉദാഹരണം, ഹഡ്സൺ ബേ എന്നൊരു ഏരിയ ഉണ്ട്, ഒരു ജോഗ്രഫിക്കൽ ഫീച്ചറാണ്. അത് ഹെൻറി ഹഡ്സൻ്റെ പേരിലാണ്. അപ്പോൾ ഇതാണ് ഏജ് ഓഫ് ഡിസ്കവറി. ഇനി നമ്മൾ പറയുന്ന കൺസെപ്റ്റാണ് റെനൈസാൻസ്. റെനൈസാൻസ് എന്ന് വെച്ചാൽ നവോത്ഥാനം. അപ്പോൾ ഇത് യൂറോപ്പിൽ ഒരു വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നത്. എന്താണെന്ന് വെച്ചാൽ, യൂറോപ്പിൽ റോമ സാമ്രാജ്യത്തിൻ്റെ സമയത്ത് സാംസ്കാരികമായി ഉന്നതി നിന്ന ഒരു വിഭാഗമാണ് കല, ആർക്കിടെക്ചർ, ആർട്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ. പിന്നീട് റോമ സാമ്രാജ്യം തകരും, യൂറോപ്പ് ക്രിസ്ത്യൻ വൽക്കരിക്കപ്പെടും. അപ്പോൾ ആ സമയത്ത് മതപരമായ കാര്യങ്ങളിലായിരിക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. യൂറോപ്പ് വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോട്ടാവും. അപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ, ചരിത്രം നോക്കുവാണെങ്കിൽ, ഈ സർവകലാശാല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ആദ്യം നടത്തുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മുടെ നളന്ദ, തക്ഷശില, വിക്രമശില, വേദാന്തപുരി. അപ്പം അത് ഒരു വലിയ റെവല്യൂഷനാണ്. പിൽക്കാലത്ത് അറബികൾ ഇത് കണ്ട് പഠിക്കും. അങ്ങനെ അറബ് നാടുകളിൽ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരിക്കും ബാഗ്ദാദ്, കൈറോ, അലക്സാണ്ട്രിയ. അവിടെയെല്ലാം വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ വരും. അപ്പോൾ ഈ സമയത്തെ യൂറോപ്പിനെയാണ് ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്, ഇരുണ്ട കാലഘട്ടം. അപ്പോൾ റെനൈസാൻസ് എന്ന പീരീഡ് എത്തിയപ്പോൾ, എന്ന പ്രോസസ്സ് എത്തിയപ്പോൾ, യൂറോപ്യന്മാർ പയ്യെ പയ്യെ ബാക്കിയുള്ള സബ്ജക്ട്സിന് ശ്രദ്ധ കൊടുക്കും. അങ്ങനെ യൂറോപ്യന്മാരുടെ ആർട്ട്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, സയൻസ്, ഇതിനെല്ലാം റെനൈസാൻസ് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോഴാണ് യൂറോപ്യന്മാർ ബൗദ്ധികപരമായിട്ട് മുന്നേറുന്നത്. അത് 14-ാം നൂറ്റാണ്ടോടുകൂടി പല ഭാഗത്ത് സ്പ്രെഡ് ചെയ്യും. ഹ്യൂമാനിസം എന്ന കൺസെപ്റ്റ് വളരും. പിന്നീട് പ്രിൻറ്റിംഗ് മെഷീൻ 1455 കണ്ടുപിടിക്കും. അപ്പോൾ പ്രിൻറ്റിംഗ് മെഷീൻ കണ്ടുപിടിക്കുമ്പോൾ അച്ചടി വേഗത്തിലാവും. അപ്പം അങ്ങനെ ആശയങ്ങൾ എളുപ്പം പല ഭാഗത്തെത്താം. അങ്ങനെയാണ് നവോത്ഥാനം യൂറോപ്പിനെ മാറ്റിമറിക്കുന്നത്. അന്നത്തെ പ്രിൻറ്റിംഗ് മെഷീൻ്റെ ഒരു പെയിൻറ്റിങ്ങാണ്. ഇനി ഈ നവോത്ഥാനത്തിന് പല ഏരിയകളിൽ പല എഫക്റ്റാണ്. ഉദാഹരണം, രാഷ്ട്രീയം അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ പല എഫക്റ്റുണ്ട്. ഉദാഹരണം, മാക്കിയവെല്ലി എന്ന ചിന്തകൻ അന്നത്തെ കാലത്ത് ദ പ്രിൻസ് എന്ന പുസ്തകമുണ്ട്. അതിൽ എങ്ങനെയാണ് അധികാരം നേടേണ്ടത്, എങ്ങനെയാണ് അധികാരം നിലനിർത്തേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഡാൻഡെയുടെ ഡിവൈൻ കോമഡി എന്നൊരു നോവലുണ്ട്. അതിൽ അദ്ദേഹം വളരെ വിമർശനം നടത്തുന്നുണ്ട്. തോമസ് മൂർ എന്ന ചിന്തകൻ്റെ ഉട്ടോപ്യ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ ഉട്ടോപ്യ എന്ന സ്ഥലത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് ഡാൻഡെയുടെ പെയിൻറ്റിംഗ് ആണ്. ഷേക്സ്പിയറുടെ ജൂലിയസ് സീസർ, ഒതല്ലോ മുതലായ നോവലുകൾ മനുഷ്യൻ്റെ കാര്യങ്ങളായ പ്രണയം, വിരഹം, വഞ്ചന, ഇതെല്ലാം കവർ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ സാഹിത്യം കുറേ കൂടി നോർമലായ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. അതിനെയാണ് റെനൈസാൻസിന് ലിറ്ററേച്ചറിലുള്ള എഫക്റ്റ്. ഇപ്പോൾ ഒതല്ലോയുടെ പെയിൻറ്റിംഗ് ആണ്. ഒതല്ലോയിൽ നിങ്ങൾക്കറിയാം ഷേക്സ്പിയർ
ക്രിയേറ്റ് ചെയ്യുന്ന ഒതല്ലോ എന്ന കഥാപാത്രത്തിന് സ്വന്തം ഭാര്യയുടെ വിശ്വസ്തതയിൽ സംശയമാണ്. ഇനി ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ നമ്മുടെ ഗോത്തിക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ചർ സ്പ്രെഡാവും. അപ്പോൾ അന്നത്തെ കാലത്തെ പല ചർച്ചുകളും, ഇപ്പോൾ റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച്, മിലാനിലെ കത്തീഡ്രൽ, ഇതെല്ലാം ഭയങ്കര മാറ്റം വരും. അങ്ങനെ ഗോത്തിക് ശൈലിയൊക്കെ യൂറോപ്പിൽ സ്പ്രെഡാവും. സ്കൾപ്ചർ, പെയിൻറ്റിങ്ങിൽ അക്കാലത്ത് പല വർക്കുകൾ നടക്കും. പല സ്കൾപ്ചറുകൾ, ഇപ്പോൾ ഡാവിഞ്ചിയുടെ മൊണാലിസ അങ്ങനെയുള്ള പെയിൻറ്റിങ്ങുകളിലെല്ലാം കലാകാരന്മാർ അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കും. നിങ്ങൾക്ക് കാണാം ഡേവിഡ് ശില്പവും മൊണാലിസ പെയിൻറ്റിങ്ങും. സയൻസ് പരമായിട്ടൊക്കെ വളരെ മാറ്റങ്ങൾ വരും. അതുവരെ ഭൂമിയെ ചുറ്റിയാണ് സൂര്യൻ കറങ്ങുന്നത് എന്നുള്ള തിയറിയാണ്. അത് ചോദ്യം ചെയ്യപ്പെടും. കോപ്പർനിക്കസാണ് ആദ്യം സൂര്യനെ ഭൂമി ചുറ്റുന്നു എന്ന് യൂറോപ്പിൽ പറയുന്നത്. ഞാൻ പറയുന്ന ലോകത്തല്ല, ഏഷ്യയിൽ ഇപ്പോൾ നമ്മുടെ പല സയൻറ്റിസ്റ്റുകളും പണ്ടേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജോഹന്നാസ് കെപ്ലർ എന്ന വ്യക്തി ആസ്ട്രോണമിയിൽ വർക്കുകൾ നടത്തും. ഗലീലിയോ എന്ന വ്യക്തി ടെലിസ്കോപ്പ് കണ്ടുപിടിക്കും, ടെലിസ്കോപ്പ് ഇംപ്രൂവ് ചെയ്യും. അദ്ദേഹം പിന്നീട് മതമേധാവികളുടെ ദേഷ്യത്തിന് കാരണവും. ഐസക് ന്യൂട്ടൻ ഗ്രാവിറ്റിയെ പറ്റി പഠനങ്ങൾ നടത്തും. ആപ്പിൾ വീണ കഥ. അപ്പോൾ കോപ്പർനിക്കസിൻ്റെ പെയിൻറ്റിംഗ് ആണ്, ഗലീലിയോയുടെ പെയിൻറ്റിംഗ് ആണ്. മൈക്രോസ്കോപ്പ് കണ്ടെത്തും. അപ്പോഴാണ് മനുഷ്യൻ സെല്ലുകളെ പറ്റിയെല്ലാം പഠിക്കുന്നത്. മനുഷ്യ ശരീരത്തെ പറ്റി കൂടുതൽ പഠനങ്ങൾ നടത്തും. അങ്ങനെ പല പല ശാസ്ത്രം, സാങ്കേതികവിദ്യ, വൈദ്യശാസ്ത്രം, ഇതിലെല്ലാം ഭയങ്കര മാറ്റം വരും. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കവർ ചെയ്യുന്ന ടോപ്പിക്ക്.